പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. നയതന്ത്ര രഹസ്യം വെളിപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതോടുകൂടി തന്നെ ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ അണിയറയിൽ പാകിസ്ഥാനുമായി ചേർന്ന് നടത്തിയ രഹസ്യ നീക്കങ്ങളുടെ ഒരു മുന്നറിയിപ്പായി തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. താൻ വെടിനിർത്തലിന് അനുകൂലമായിരുന്നില്ല എന്നും, എന്നാൽ പാകിസ്ഥാന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് അത് താൻ തയ്യാറായതെന്ന് ഇവിടെ ട്രംപ് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും ഫീൽഡ് മാർഷലിനെയും പ്രശംസിച്ച ട്രംപ് ആകട്ടെ അവരോടുള്ള ബഹുമാന സൂചകമായാണ് ഈ തീരുമാനമെടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇറാൻ സമർപ്പിച്ച ഏറ്റവും പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ട്രംപ് തള്ളിക്കളഞ്ഞു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. നിർദ്ദേശത്തിന്റെ ആദ്യ വാചകം വായിച്ചപ്പോഴേക്കും അത് നിരസിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇറാന്റെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഉറപ്പുകൾ നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നും ട്രംപ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അമേരിക്കൻ ആക്രമണത്തിൽ ആണവ നിലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്നും ഇന്ധന നീക്കം ചെയ്യാൻ സാങ്കേതികമായി തന്നെ കഴിവില്ല എന്നതുമാണ് ഇറാൻ ചർച്ചയിൽ ഉന്നയിക്കുന്നത് എന്നതാണ് ഇവിടെ ട്രംപ് പരിഹാസം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയം ചർച്ചയായെങ്കിൽ പോലും വലിയ വഴിത്തിരിവുകൾ ഒന്നും തന്നെ ഇതിലുണ്ടായിട്ടില്ല. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നതിനോട് അമേരിക്കയും ചൈനയ്ക്കും യോജിപ്പില്ല എന്നതാണ് വസ്തുത. ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കണം എന്നതാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യമായി പറയുന്നത്. ഇറാന്റെ കാര്യത്തിൽ ചൈനയുടെ സഹായം തങ്ങൾക്ക് ആവശ്യമില്ല എന്നും ട്രംപ് പിന്നീട് മാറ്റി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ട്രംപിന്റെ ഈ ഒരു രീതിയിലുള്ള മറുപടി, അല്ലെങ്കിൽ ഒരു പ്രതികരണം, എല്ലായ്പ്പോഴും പല രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന രീതിയാണ് ട്രംപിൽ കണ്ടുവരുന്നത്. ആയതിനാൽ തന്നെ അത് പല തെറ്റിദ്ധാരണകൾക്ക് പോലും ജനങ്ങൾക്കിടയിൽ പോലും അവിടെ വഴിവെക്കാറുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ്. ചൈനയെ ഒപ്പം നിർത്തുമെന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ നിലപാട് മാറ്റി പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഏത് വിധേയനെയും അമേരിക്ക ഈ യുദ്ധത്തിൽ വിജയിക്കുമെന്നാണ് ട്രംപ് ഇവിടെ അവകാശവാദം ഉന്നയിക്കുന്നത്. അതേസമയം പേർഷ്യൻ ഗൾഫിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ചൈന സജീവമായി തന്നെ ഇടപെടണമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ നൽകുന്ന ഏതൊരു പിന്തുണയും അമേരിക്കയുമായുള്ള ചൈനയുടെ വ്യാപാര ബന്ധത്തെ ബാധിക്കുമെന്നും റുബിയോ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ട്രംപിന്റെ ക്ഷണം ഏറ്റെടുത്തുകൊണ്ട് US സന്ദർശിക്കാൻ ഷീ ജിൻപിങ് ഒരുങ്ങുന്നതായിട്ടും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. സെപ്റ്റംബർ 24-ന് ഷീ ജിൻപിങ് വൈറ്റ് ഹൗസ് സന്ദർശിക്കുമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഹി അറിയിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ ചൈനീസ് സന്ദർശനം പൂർത്തിയായതിനെ തുടർന്നുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലാണ് ഈ ഒരു രീതിയിൽ അറിയിച്ചിരിക്കുന്നത്, അതായത് അമേരിക്ക സന്ദർശനത്തെ കുറിച്ച് അറിയിച്ചിരിക്കുന്നത്. അതേസമയം 2 ദിവസത്തെ ചൈനീസ് സന്ദർശനം പൂർത്തിയാക്കി ട്രംപ് മടങ്ങുകയാണ്. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന ഒരു അതിഗംഭീരമായ വ്യാപാര കരാറിൽ ധാരണയായി എന്നാണ് ട്രംപ് സൂചിപ്പിച്ചതെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ട്രംപ് ചൈനീസ് തലസ്ഥാനമായ വെയ്ജിംഗ് എത്തിയത്. അതേപോലെ തന്നെ കൃഷി, ഏവിയേഷൻ, ഇലക്ട്രിക് വാഹനം, AI അടക്കം വിവിധ രംഗങ്ങളുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനിയുടെ തലവന്മാരും ട്രംപിനെ അവിടെ അനുഗമിച്ചിരിക്കുന്നുണ്ട്. ഇറാനുമായുള്ള യുദ്ധം പ്രധാന വിഷയമായിരുന്നുവെങ്കിൽ പോലും ഇരു രാജ്യങ്ങളുടെയും കൂടിക്കാഴ്ചയിലെ പ്രധാന അജണ്ട വ്യാപാരവുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്നതാണ് റിപ്പോർട്ട്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്ന കാര്യത്തിൽ ചൈന സഹായിക്കുമെന്നും ട്രംപ് ഇവിടെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതായി തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.